കുറച്ചങ്ങോട്ട് മാറിയിട്ട് കുറച്ച്
പാടി നമ്മളിവിടെ കേട്ടില്ലേ കുറച്ചു കുടിച്ചാ വേണ്ടോ അധികം കുടിച്ചാൽ കരളുമാണ് പറഞ്ഞല്ലേ കുറച്ചേ കുടിക്കാമെന്ന് പറഞ്ഞല്ലേ മനുഷ്യനെ വേണ്ട കുറിച്ച് കുറിച്ച് പറഞ്ഞു അവസാനം ഞാൻ എടുത്തു കൊണ്ടുപോട്ടെ കുമാര കുമാര എന്താണോ കാലം എത്രയായി കുമാര ഇവിടെ ചുടനെ പറഞ്ഞത് കാവലിക്കണം അതിനെന്താ ഈ കത്തിയ മാംസത്തിന്റെ ചൂടും കല്ലിന്റെ ചൂടും അതിനല്ല വീതം വെക്കാനാന്ന് പറഞ്ഞ് കൊണ്ടുവരുന്ന ഈ സാധനം പിന്നെ വിശക്കുമ്പോ വാരിക്കില്ലാൻ ഒരു വീട്ടിൽ പെരിച്ചോ ശരിയാ ഈ വെളിച്ചോറ് തിന്ന് എത്ര കാലായാലും ഇവിടെ കഴിച്ചു കൊടുക്കണേ അന്നകുമാര കൂടെ കൊണ്ടുവരുന്ന ഓരോരുത്തർക്കും പുനർജന്മം ഉണ്ടെന്നല്ലേ പറയണത് അങ്ങനെയെങ്കില് നമ്മൾ ആരെങ്കിലും പുനർജന്മമായിരിക്കില്ലേ നമുക്ക് ഉണ്ടാവില്ലേ പൂർവജന്മങ്ങള് ശരിയാ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന കുഞ്ഞാപ്പന്റെ ശവം കത്തി തീർന്ന രാത്രിയിൽ ഞാനും കുഞ്ഞാപ്പനും നേരം വെളുപ്പോളോ വർത്താനം പറഞ്ഞു അന്നേരം എനിക്കെന്റെ മുമ്പത്തെ
ചെമ്പത്തെ എന്റെ ഈ കണ്ണിലെ പൊട്ട ഒന്ന് പൊടിച്ചു കേട്ടപ്പറ്റേ ചെമ്പത്തെ ഒന്ന് പൊളിക്ക് ചെമ്പത്തെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഒന്ന് പൊളിക്ക് ചെമ്പത്തെ കാണിച്ചെനിക്ക് പൊളിക്കാണല്ലേ പറഞ്ഞേ കുമാരാ
അതെ ഞാൻ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ പണ്ട് കാട്ടിൽ പോയത് പാപ്പന്റെ കൂടെ കാട്ടിൽ പോയത് കാട്ടുപന്നിയിൽ കുത്താൻ വന്ന് അന്ന് എന്നെ വടിയെടുത്ത് അയച്ച കഥ അത് പറഞ്ഞു പിന്നെ ഞാൻ പോവാട്ടോ കേൾക്കട്ടാ എന്തിന് കുടിച്ചിട്ട് പോയപ്പോലെ കുടിക്കാൻ തരിക ഇല്ല ഇന്റെ കൈയോട്ട് ഭക്ഷണം കിട്ടാണ് കേരളത്തിൽ അത് ഓർമ്മ ഇതുവരെ വന്നില്ലേ കണ്ണു കാണാതെ കുട്ടീനെ ഒറ്റ കിട്ടോളും കണ്ടോടെ തിരങ്ങ പോയേക്കുവാ കുമാര ഇതൊക്കെ അന്റെ പോയപ്പാ കെട്ടോട് അടക്കി നിർത്തണം ആരോട് എന്ത് പറഞ്ഞിട്ടെന്താ ഓരോവിന്റെ തലയിലെടുത്ത് രാമ 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 അയ്യ പാറമേല് എതിരെ പിടിക്കാൻ എന്തേ എനിക്കെന്താ ഒരു പാലക്കാടിമാണോ കണ്ണുകളാത്ര ഈ മനുഷ്യനെ കൂടെ ജീവിച്ച് വളർത്ത് കത്താ മതി
കാര്യം പറ്റേ ഇനി കിളപ്പല്ല ഔദാര്യം തന്നതാ എന്റെ ഈ ജീവിതം. ചെമ്പത്തെ നീ എന്നോട് മീനെ കാണിക്ക. എനിക്ക് കണ്ണ് കാണില്ല എനിക്ക് അറിഞ്ഞൂടെ. എന്തിനാ വിട്ടേ? ചെത്തി അതെയാ? അവസരം പറഞ്ഞുകൊടുക്കുന്നത് എട്ടിനെ കൊണ്ട് വന്നിട്ടുണ്ട്. ചോറ് നിന്നിട്ടേ പോവാം. ചമ്പത്തിന്റെ ചമ്പത്തി ചാറങ്ങ ഒത്തിരി കൊള്ളാം. ഇത് ഇന്നാണ്. ഇനി ഞാൻ പറയാം. കഴിഞ്ഞ ജന്മത്തിന് ഇന്നെ ശങ്കരനായിരുന്നു ഞാൻ. വസൂരി വന്ന് കണ്ണു പോയതോടുകൂടി നിനക്ക് എന്നെ സംശയമായി. പകൽ അന്ത്യോളം പണിയെടുത്തിട്ടു എന്നും നീ പുലിയായിരുന്നു. തൊട്ടതിനും പിടിച്ചതിനും നീ ചോറ് മാത്രം എടുത്തറിയാലേ. കുമാര, അന്ധത ബാധിച്ചത് നിന്റെ കണ്ണുകൾക്കല്ല, നിന്റെ മനസ്സിലാ. ഏളപ്പനോട് പറഞ്ഞ് നീ വെറുതെ ഇരുന്ന് മുഷിയുണ്ടാന്ന് കരുതി 2 ചേട്ട പനങ്ങൾ തരാൻ പറഞ്ഞത് ഞാനാ. എന്നിട്ടും നിനക്കെല്ലാം മനസ്സിലായില്ലല്ലോ.
നന്ദിനെ പിടിച്ചുകൊണ്ടുവന്ന ആ രാത്രി എന്താ സംഭവിച്ചറിയാം? പട്ടി നായിന്റെ പോലെ എന്റെ ചെമ്പരത്തിനെ കണ്ടു. ഓളില്ലാതെ ഞാനെങ്ങനെ ഒറ്റക്ക് കർക്കിടക കഷ്ടം മൂപ്പർക്ക് എത്ര പറഞ്ഞാൽ മനസ്സിലാവും. എന്റെ കഷ്ടകാലം കണ്ണില്ലാത്തവരാണ്. അല്ലെങ്കിൽ എനിക്കൊന്നും കണ്ടല്ല വേണ്ടത്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. എനിക്കെന്ത് വേണമെന്നാ എന്നെ കെട്ടിയോളി എന്നെ സ്വന്തം. അതെ എന്തൊക്കെയാ വേണമെന്ന് പറഞ്ഞല്ലോ. എനിക്ക് കണ്ണില്ലാത്തവരോട് പറ്റിയ കാര്യമാണ് പറഞ്ഞല്ലേ. നിങ്ങളിങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോലെയാണ്. ഞാൻ ചോദിച്ചു മറുപടി പറ. ഞാൻ എന്റെ ചെമ്പരത്തിനെ കണ്ടില്ല. കൂടുതൽ വന്നിട്ടില്ല. ഇല്ല. എങ്കിൽ കുമാര നീ സൂക്ഷിച്ചോ. ഇവിടെ രണ്ട് കണ്ടിട്ടായിട്ടും ഒന്ന് വെളിയാണ്. പിന്നെ കണ്ണ് രണ്ടും ഇല്ലാത്ത ഇന്ന കാര്യം എന്നെ കെട്ടോളും. ആരെങ്കിലും കൂടെ പാറാമലി ഞണ്ടിനെ പിടിക്കാൻ ഇന്നേരത്തോ എല്ലാം ഞാൻ അറിയുന്നുണ്ട് കേട്ടോ. നിജന്തോ തണുകളില്ല വേണം. എനിക്കറിയാം ഇനി കേൾക്കുന്നത് കൂടി എല്ലാം പറ്റിക്കാതെ എല്ലാം ഞാൻ അറിയുന്നുണ്ട്. എനിക്ക് കല്യാണം എന്നിട്ട് ഇങ്ങനെ കളിപ്പിക്കല്ലേ, ഇങ്ങനെ കളിപ്പിക്കല്ലേ, ഇങ്ങനെ കളിപ്പിക്കല്ലേ.
ചെമ്പരത്തിയെ നീ എന്തിനാ ചെമ്പരത്തിയെ കരുത് എനക്കെന്താണ് പറ്റിയ പറ പകലൊക്കെ അവള് കഷ്ടപ്പെട്ട് പോരാട്ട ആരുള്ള വിഷമം കൊണ്ട് പറയല്ലേ ഏതായാലും കാപ്പാട്ടെന്നെ ചോറ് തിന്നിട്ടേ പോകുന്നുള്ളൂ. ചാറ് കഴിച്ചു കുറവാണ്. ഇതാണ് സത്യം.